ശ്രീ നിസാം സെയ്ദ്, ഇപ്പോൾ കെ സുധാകരൻ പറയുന്ന കാര്യങ്ങൾ എത്ര കാലം നിലനിൽക്കും, കെ സുധാകരൻ തന്നെ പിന്നീട് അത് പറയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കെ സുധാകരൻ്റെ പക്ഷമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന നേതാക്കൾ ഈ പ്രോസസ്സ് ശരിയല്ല, ഇത് ചില നേതാക്കൾ മാത്രം തീരുമാനിക്കുന്ന, അത് നടപ്പാക്കപ്പെടുന്ന തീരുമാനങ്ങൾ ചില നേതാക്കളുടേത് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിൽ ഇന്നിപ്പോൾ കെ സുധാകരൻ പറഞ്ഞ വാക്കും ചില ആളുകൾ മാത്രം എടുത്ത തീരുമാനം എന്നുള്ളതാണ്. ഒരു സംഘമുണ്ട് എന്ന്, ഒരു ഉപജാപക സംഘം തീരുമാനിക്കുന്നു എന്ന അവസ്ഥ വരുന്നത് റാങ്ക് ആൻഡ് ഫയലിനെ ദുർബലമാക്കുമല്ലോ. എന്നാൽ പിന്നെ അവരങ്ങ് തീരുമാനിക്കട്ടെ എന്ന് കെ സുധാകരനെ വിട്ടേക്ക്, ബാക്കിയുള്ളവരും കൂടി പല ആളുകൾ അതൃപ്തർ അങ്ങ് തീരുമാനിച്ചാൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർട്ടി എങ്ങനെ കെട്ടുടപ്പോടെ പോകും? അതൊരു അതിവായനയാണെന്നാണ്, അങ്ങനെ വ്യാപകമായ ഒരു അസംതൃപ്തി കോൺഗ്രസിലുണ്ട് എന്നുള്ളത് ഒരു അതിവായനയാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കെ സുധാകരൻ ഇന്ന് അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം സ്വാഭാവികവുമാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതാണ്. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും വിചിന്തനങ്ങളില്ലാതെ തുറന്നടിച്ച് പറയുന്ന ഒരു ശീലം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് അദ്ദേഹത്തിനൊരു സ്ഥാനനഷ്ടമുണ്ടായപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ കവിഞ്ഞ് പ്രതികരിച്ചു. പക്ഷെ അങ്ങനെ പ്രതികരിച്ചത് അനവസരത്തിലാണ് എന്നുള്ളത് കോൺഗ്രസിൽ പൊതുവായ ഒരു വികാരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ വ്യാപകമായ അസംതൃപ്തി ഉണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് മറ്റാരുടെയൊക്കെയോ ആവശ്യങ്ങളാണ്. കോൺഗ്രസിന് മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കോൺഗ്രസിൽ ഗ്രൂപ്പ് സംവിധാനം ഇപ്പോൾ വളരെ ദുർബലമാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്ന മുൻപ് AI ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന കാലത്ത് അത് സംസ്ഥാന തലം മുതൽ, അതായത് ഏറ്റവും ടോപ്പ് മുതൽ ബൂത്ത് തലം വരെ എത്തി നിൽക്കുന്ന കൃത്യമായ ഏതാണ്ട് സമാന്തരമായ സംഘടനാ സംവിധാനങ്ങളുള്ള ഒരു കൃത്യമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രൂപങ്ങളായിരുന്നു. AK ആന്റണി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് ഒരു തീരുമാനമെടുത്താൽ അത് ബൂത്ത് തലത്തിൽ നടപ്പിലാക്കാനുള്ള സംവിധാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ കെ കരുണാകരൻ ഒരു തീരുമാനമെടുത്താൽ, ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണമെന്ന് തീരുമാനമെടുത്താൽ അതിനുവേണ്ടി ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളുള്ള ഒരു സംവിധാനങ്ങളായിരുന്നു AI ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അത്തരം ഗ്രൂപ്പുകൾ 2021 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നിലവിലില്ല എന്നറിയാം. ഇപ്പോൾ കോൺഗ്രസിൽ ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ ചുറ്റിപ്പറ്റി ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങളുണ്ട് എന്നുള്ളതിന് വെച്ചാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ തലത്തിൽ ഇപ്പോൾ ഗ്രൂപ്പുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മുകൾ തട്ടിലുള്ള എന്തെങ്കിലും ഒരു അസംതൃപ്തി താഴെ തട്ടിൽ പ്രതിഫലിക്കാനുള്ള യാതൊരു സാഹചര്യമൊന്നുമില്ല. താഴെ തട്ടിലുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജേക്കബ് ജോർജ് സാർ പറഞ്ഞതുപോലെ അവർക്ക് തെരഞ്ഞെടുപ്പുകൾ ജയിക്കണം, അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കണം, അവർക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരണം. ഒരു വിധത്തിലുള്ള ഗ്രൂപ്പ് സംവിധാനത്തെയോ ഗ്രൂപ്പ് പ്രവർത്തനത്തെയോ അസംതൃപ്തികളെയോ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് ബാധിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. മാത്രമല്ല, നേതാക്കന്മാരുടെ അസംതൃപ്തിയേക്കാളേറെ നേതാക്കന്മാർ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഓഡിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അവരുടെ പ്രവർത്തന മേഖലകളിൽ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു, എത്രമാത്രം റിസൾട്ട് അവർ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. ആ സാഹചര്യം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോരുത്തരുടെയും നിലനിൽപ്പിനായി പ്രവർത്തിക്കേണ്ട അവസ്ഥ ഈ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാകും. അതാണ് ഗ്രൂപ്പ് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ജേക്കബ് ജോർജ് സാർ പറഞ്ഞു കോൺഗ്രസ് മതേതരത്വ മുഖമാണ് ഇവിടെ നിലനിർത്തേണ്ടിയിരുന്നത്, കോൺഗ്രസ് ഇങ്ങനെ സാമുദായിക സംവരണത്തിലേക്ക് അല്ലെ സാമുദായിക പ്രാതിനിധ്യത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. 67-ലെയും ചരിത്രം അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസ സമരത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ത്യയിലെ രാഷ്ട്രീയ രീതികൾ പൊതുവായി വലിയ തോതിൽ മണ്ഡൽ രാഷ്ട്രീയത്തിന് ശേഷം മാറിയത് 67-ലെയോ 72-ലെയോ ഒക്കെ കണക്കുകളെ സാഹചര്യങ്ങളെ അപ്രസക്തമാക്കുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവിധമായ കോൺഗ്രസ് മുൻപ് ഒരു അംബ്രല്ല സംഘടനയായിരുന്നു. എല്ലാവിധമായ സാമുദായിക വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, അവർക്ക് പ്രാതിനിധ്യം ഉറപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരു അംബ്രല്ല സംഘടനയായിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ്. പക്ഷെ അത്തരം ഒരു അംബ്രല്ല സംഘടന എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിനുശേഷം എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം അധികാര ഘടനയിൽ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഇന്ത്യയിലെ പൊതുവായ രാഷ്ട്രീയ അവസ്ഥ. കേരളത്തിലും ആ രാഷ്ട്രീയ അവസ്ഥ ഒട്ടും വ്യത്യസ്തമല്ല. അപ്പോൾ കേരളത്തിൽ എല്ലാ വിഭാഗം സാമൂഹ്യ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരെയും ആകർഷിക്കാൻ കഴിയൂ. നമുക്കറിയാം, പിണറായി വിജയനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അദ്ദേഹം കൃത്യമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന ഒരാളാണ്.
എല്ലാ വിഭാഗം സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരുമായും അടുത്ത വ്യക്തിബന്ധം പുലർത്താനും അവരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ നേടിത്തരും ഭരണത്തിൻ്റെ എല്ലാവിധമായ സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിണറായി വിജയനെ നേരിടണമെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് രീതികൾ മുഴുവൻ മാറ്റിവെച്ചാണ് ഇത്തരമൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നത്. അപ്പോൾ മുൻപ് EMS ഒക്കെ സമുദായ വോട്ടുകൾക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ സമുദായ നേതാക്കന്മാരിൽ നിന്നും സമുദായ അംഗങ്ങളിലേക്കുള്ള അപ്പീലുകൾ നടത്തിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലൂന്നി ഇപ്പോൾ നമുക്കറിയാം ഗൾഫ് യുദ്ധകാലത്ത് ഞങ്ങൾ സദ്ദാം ഹുസൈൻ്റെ കൂടെ നിങ്ങൾ ആരുടെ കൂടെയെന്ന് കേരളത്തിൽ ഒരു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് EMS ചോദിക്കുന്നത് മുസ്ലിം വോട്ടുകളെ ലക്ഷ്യമാക്കിയാണെന്നറിയാം. ഓരോ തെരഞ്ഞെടുപ്പിലും അങ്ങനെയുള്ള ഓരോരോ അഭ്യാസങ്ങൾ EMS പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ പിണറായി വിജയനിലേക്ക് വരുമ്പോൾ പിണറായി വിജയൻ മുസ്ലിം വിഭാഗത്തിൽ സമസ്തയെ തങ്ങളുടെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു, SNDP നേതൃത്വത്തെ തൻ്റെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു, ക്രിസ്ത്യൻ പുരോഹിതന്മാരെ പല വിധത്തിൽ തൻ്റെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ് പിണറായി വിജയൻ മുന്നോട്ടുള്ളത്. അതിനെ നേരിടാൻ എല്ലാ സാമൂഹിക വിഭാഗങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ കോൺഗ്രസിന് കഴിയൂ. അതുപോലെ തന്നെ ശ്രീകുമാർ BJP കടന്നുവരവിനെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് BJP വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഉമ്മൻചാണ്ടിയുടെയും KM മാണിയുടെയും ഒക്കെ വിടവാങ്ങലിന് ശേഷം കൃത്യമായ ഒരു നേതൃത്വ ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. ആ നേതൃത്വ ശൂന്യതയിലേക്ക് കടന്നു കയറാനാണ് BJP ശ്രമിക്കുന്നത്. അതിന് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായി ക്രിസ്ത്യൻ ജനസാമാന്യവുമായി ഒക്കെ സംവദിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാവണം. അതിന് പറ്റിയ ആളുകൾ ആരാണ് എന്നുള്ളതാണ് പിന്നെ കോൺഗ്രസ് അന്വേഷിച്ചത്. കോൺഗ്രസ് സണ്ണി ജോസഫിലേക്ക് തീരുമാനങ്ങളിലെത്തിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഈ സംഘടനയിൽ ഉറപ്പാണ് എന്ന് കോൺഗ്രസ് ഉറപ്പുവരുത്തിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ മാത്രമേ ഇനി കോൺഗ്രസിനെന്നല്ല കേരളത്തിലെ ഏത് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശുദ്ധമായ മതേതരത്വം കോൺഗ്രസ് കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരമൊരു മതേതരത്വം നമ്മൾ കാസ്റ്റ് സെൻസസിൻ്റെ ഒക്കെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. കാസ്റ്റ് സെൻസസ് എന്നൊക്കെ പറയുന്നത് സമുദായത്തിൻ്റെ എണ്ണമെടുത്ത് ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങളുടെ എണ്ണമെടുത്ത് അതിനനുസരിച്ചുള്ള പ്രാതിനിധ്യം അധികാരത്തിൻ്റെ എല്ലാ ഘടനകളിലും അവർക്ക് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് കാസ്റ്റ് സെൻസസിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവ് രാഹുൽ ഗാന്ധിയാണ്. അത്തരമൊരു രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസിൽ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.